ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേതേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം ഗാഥാസഹായമതിസുന്ദ മന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 39-ാം അധ്യായം. ഭഗവാനും അക്രൂരനും തമ്മിലുള്ള ഭാഷണം നമ്മൾ കണ്ടു. അതിനുശേഷം നന്ദൻ ഗോപന്മാർക്ക് കൊടുത്ത ആജ്ഞ, രാത്രി തന്നെ തയ്യാറാവാനായിക്കൊണ്ടുള്ള ആജ്ഞ കൊടുത്തത് കണ്ടു. അതിനുശേഷം ഗോപികമാർ വിവരമറിഞ്ഞ് അവർ സംഘമായി കൂട്ടുകൂടി കൃഷ്ണ വിരഹത്തെക്കുറിച്ചിട്ടുള്ള വ്യാകുലത കൊണ്ട് അസ്വസ്ഥരായിക്കൊണ്ടും സ്തബ്ധരായിക്കൊണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ മോഹാലസ്യം ബാധിച്ചവരായും ഒക്കെ ആയിട്ടുള്ള അവസ്ഥകളാണ് കണ്ടത്. അവർ തമ്മിലുള്ള സംഭാഷണമാണ് അടുത്തൊരു 12 ശ്ലോകങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നത്. അതിനുശേഷമാണ് അക്രൂരൻ രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ട് മധുരാപുരിയിലേക്കുള്ള യാത്ര. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് കുറച്ചു നേരം നമ്മൾ ആ ഗോപികമാരുടെ ആ ഒരു വിലാപം തന്നെയാണ്, ഭഗവാനെ പിരിയാൻ പോകുന്നതിൻ്റെ ഉത്കണ്ഠ കൊണ്ടുള്ള അവരുടെ പലതരം ചിന്തകൾ അവരിങ്ങനെ പ്രലപിക്കുക തന്നെയാണ്. നിഷ്കളങ്കകളായിട്ടുള്ള അവരുടെ മനസ്സ് നമുക്ക് തുറന്നു കാണാം. അവരുള്ളിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. വളരെ എന്താ പറയുക, ഗ്രാമീണകളാണ്, പ്രാകൃതകളാണ്, പാവങ്ങളാണ്. അവരുടെ ആ ഒരു നൈർമല്യം, ഭഗവാനോടുള്ളതായിട്ടുള്ള പരമമായ പ്രേമം, അതൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു വരികളാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. നമുക്ക് 32-ാം ശ്ലോകം വരെ വായിച്ച് നിർത്താം. എന്നിട്ട് കഥയിലേക്ക് പോകാം. മുഴുവൻ വായിക്കുന്നില്ല, സമയം വൈകിയതുകൊണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 41-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. സുഖോപവിഷ്ടഃ പര്യങ്കേ രാമകൃഷ്ണോരുമാനിതഃ. ലേഭേ മനോരഥാൻ സർവാൻ പഥിയാൻ സചകാരഃ. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ. തഥാപി തത്പരാ രാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുതഃ. സുഹൃത്സുവൃത്തം കംസസ്യ പപ്രച്ഛാന്യചികീർഷിതം. ശ്രീഭഗവാനുവാച. താത സൗമ്യാഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തു വഃ. അഭിസ്വജ്ഞാതിബന്ധൂനാം അനമീവം അനാമയം. കിം ന കുശലം പൃച്ഛേ ഏധമാനേ കുലാമയേ. കംസേ മാതുലനാമ്യംഗ സ്വാനാം നസ്തത്പ്രജാസു ച. അഹോ അസ്മദഭൂദ്ഭൂരി പിത്രോർവൃജിനമാര്യയോഃ. യദ്ഹേതോഃ പുത്രമരണം യദ്ഹേതോഃ ബന്ധനം തയോഃ. ദിഷ്ട്യാദ്യദർശനം സ്വാനാം മഹ്യം വഹ സൗമ്യകാംക്ഷിതം. സഞ്ജാതം വർണ്യതാം താത തവാഗമനകാരണം. ശ്രീശുക ഉവാച. പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവഃ. വൈരാനുബന്ധം യദുഷു വസുദേവ വധോദ്യമം. യൽ സന്ദേശോ യദർത്ഥം വാ ദൂതഃ സംപ്രേഷിത സ്വയം. യദുക്തം നാരദേനാസ്യ സ്വജന്മാനകദുന്ദുഭേഃ. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ. പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിജജ്ഞതുഃ. ഗോപാൻ സമാദിശത്സോऽപി ഗൃഹ്യതാം സർവഘോരസഃ. ഉപായനാനി ഗൃഹ്ണീദ്വം യുജ്യന്താം ശകടാനി ച.
യാസ്യാമഹ ശ്വോ മധുപുരീം ദാസ്യാമോ നൃപതേ രസാൻ ദ്രക്ഷ്യാമഹ സുമഹത്പർവ യാന്തി ജാനപദാഖില ഏവമാഘോഷയക്ഷത്രാനന്ദഗോപഃ സ്വഗോകുലേ ഗോപ്യസ്താഃ തദുപസൃപ്യ ബഭൂവുർവ്യതിതാവൃശം രാമകൃഷ്ണൗ പുരീം നേതും അക്രൂരം വ്രജമാഗതം കാശ്ചിത്തൽകൃതഹൃത്താപശ്വാസംമ്ലാനമുഖശ്രിയഃ സ്രംസദ്ദുകൂലവലയകേശഗ്രന്ഥ്യശ്ച കാശ്ചന അന്യാശ്ച തദനുധ്യാനനിവൃത്താശേഷവൃത്തയഃ നാഭ്യജാനന്യമം ലോകം ആത്മലോകം ഗതാ ഇവ സ്മരന്ത്യശ്ചാപരാശൗരേഃ അനുരാഗസ്മിതേരിതാഃ ഹൃദി സ്പൃശശ്ചിത്രപദാ ഗിരഃ സമ്മുമുഹു സ്ത്രിയഃ ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നർമാണി പ്രോദ്ധാമചരിതാനി ച ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാ വിരഹകാതരാഃ സമേതാ സംഗശഃ പ്രോജുഃ അശ്രുമുഖ്യോ അച്യുതാശയാഃ ഗോപ്യ ഊജുഃ അഹോ വിദാതസ്തവ ന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ താംശ്ചാഗതാർത്ഥാൻ വിയുനഞ്ച്യപാർത്ഥകം വിക്രീഡിതം തേ അർഭകചേഷ്ടിതം യഥാ യസ്ത്വം പ്രദർശ്യാസിതകുന്തളാവൃതം മുകുന്ദവക്ത്രം സുകപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷ്യമസാധുതേ കൃതം ക്രൂരസ്ത്വമക്രൂരസമഖ്യയാ സ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേ ബദാജ്ഞവത് യേനൈകദേശേ കില സർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്വിഷഃ നന്ദസൂനുഃ ക്ഷണഭംഗസൗഹൃദഃ സമീക്ഷത്തെ നഃ സ്വകൃതാതുരാബധ വിഹായ ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ തദ്ദാസ്യമദ്ധോപഗതാ നവപ്രിയഃ സുഖം പ്രഭാതാരജനീയമാശിഷഃ സത്യാ ബഭൂവുഃ പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം രജസ്പതേഃ പാസ്യന്ത്യപാങ്കോത്കലിതസ്മിതാസവം താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതൈഃ ഗൃഹീതചിത്തഃ പരവാൻ മനസ്വ്യപി കഥം പുനർനഃ പ്രതിയാസ്യതേ ബല ഗ്രാമ്യാ സലജ്ജസ്മിതവിഭ്രമൈർഭ്രമൻ അദ്യ ധ്രുവം തത്ര ദൃശോ ഭവിഷ്യത്തെ ദാശാർഹ ഭോജാന്തക വൃഷ്ണിസാത്വതാം മഹോത്സവത് ശ്രീരമണം ഗുണാസ്പദം ദ്രക്ഷ്യന്തി യേ ചാധ്വനി ദേവകീസുതം മയി തദ്വിദസ്യാ കരുണസ്യ നാമഭൂത് അക്രൂര ഇത്യേതദീവ ദാരുണഃ യോസൗ അനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാത് പ്രിയം നേഷ്യതി പാരമധ്വനഃ അനാർദ്രധീരേഷ സമാസ്ഥിതോ രഥം തമന്വമീ ചത്വരയന്തി ദുർമദാഃ ഗോപാ അനോഭിഃ സ്തവിരൈരുപേക്ഷിതം ദൈവം ച നോദ്യ പ്രതികൂലമീഹത്തെ നിവാരയാമ സമുപേത്യ മാധവം കിം നോ കരിഷ്യൻ കുലവൃദ്ധബാന്ധവാഃ മുകുന്ദസംഗാൻ നിമിഷാർദ്ധദുസ്ത്യജാത് ദൈവേന വിധ്വംസിതദീനചേതസാം യസ്യാനുരാഗലളിതസ്മിതവൽഗുമന്ത്രലീലാവലോകപരിരംഭണരാസഗോഷ്ഠ്യാം നീതാസ്മനക്ഷണമിവ ക്ഷണദാവിനാഥം ഗോപ്യഃ കഥം नु അതിതരേമ തമോ ദുരന്തം യോ ഹ്നഃ ക്ഷയേ വ്രജമനന്ദസഖഃ പരീതോ ഗോപൈർവിശൻകുരരജശ്ചുരിതാളകസ്രക വേണും ക്വണൻ സ്മിതകടാക്ഷ നിരീക്ഷണേന ചിത്തം ക്ഷിണോത്യമുമൃതേനു കഥം ഭവേമ ശ്രീശുക ഉവാച ഏവം ബ്രുവാണാ വിരഹാതുരാഭൃശം വ്രജസ്ത്രിയ കൃഷ്ണ വിഷക്തമാനസാഃ വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി സ്ത്രീണാമേവം രുദന്തീനാം ഉദിതേ സവിതര്യത
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നമ്മൾ 39-ാം അധ്യായത്തിലാണ് ഭഗവാനും അക്രൂരനുമായിട്ടുള്ള സംവാദം രാവിലെ വിസ്തരിച്ച് കണ്ടു. ഭഗവാൻ അക്രൂരനോട് സ്വകാര്യമായിട്ട് വന്ന കാര്യം എന്തൊക്കെയാണ്, ഗോകുലത്തിലെ കുശല വിശേഷങ്ങളൊക്കെ ചോദിച്ചു. തൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ചും വസുദേവരെക്കുറിച്ചും ദേവികയെക്കുറിച്ചും കുശല പ്രശ്നം ചെയ്തു. ഞങ്ങൾ കാരണം അച്ഛനമ്മമാർക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ടായി എന്നുള്ള കാര്യങ്ങളെ എടുത്തു പറഞ്ഞു. ഇപ്പോൾ അങ്ങയെ കണ്ടത് തന്നെ വലിയ ഭാഗ്യമായി എന്നും അക്രൂരനെക്കുറിച്ച് പറഞ്ഞു. അപ്പം അങ്ങയുടെ ആഗമന കാരണം പറഞ്ഞാലും എന്ന് പറഞ്ഞ സമയത്താണ് അക്രൂരൻ വന്ന കാര്യം പറഞ്ഞത്. എന്തിനൊക്കെയാണ്, ആരയച്ചിട്ടാണ്, എന്താണ് ഉദ്ദേശ്യം, ഈ നാരദൻ കംസനോട് പറഞ്ഞ കാര്യങ്ങൾ, വസുദേവരുടെ മകനാണ് കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള കാര്യമെല്ലാം അതെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള അക്രൂരന്റെ വാക്കുകൾ കേട്ട ഭഗവാനും ബലരാമനും ചിരിച്ചുകൊണ്ട് നന്ദനോട് ചെന്ന് ഒന്നും സംഭവിക്കാത്ത മട്ടില് ഉത്സവ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചു. അത് കേട്ട നന്ദൻ ഗോപന്മാരെ ആദേശം കൊടുത്തു. ഗോരസങ്ങളെല്ലാം എടുത്തോളൂ, സമ്മാനങ്ങളാവുന്നത്ര സ്വീകരിച്ചോളൂ, അവിടേക്ക് കൊണ്ടുപോകാനായിക്കൊണ്ട് വണ്ടികളെല്ലാം തയ്യാറാക്കിക്കോളൂ. നമ്മൾ നാളെ രാവിലെ നേരത്തെ മധുരാപുരിയിലേക്ക് പോവുകയാണ്. കംസരാജാവിന് ഗോരസങ്ങളെല്ലാം കൊടുക്കണം, ആ ഉത്സവം നമുക്ക് കാണണം, എല്ലാ ജനങ്ങളും അവിടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തൻ്റെ കാര്യസ്ഥനെ കൊണ്ട് എല്ലായിടത്തും വിളിച്ചറിയിച്ചു, അഥവാ പൊതുജനങ്ങൾക്ക് അറിവിപ്പ് കൊടുത്തു. അത് കേട്ടതായിട്ടുള്ള ഗോപികമാര് വളരെയധികം വ്യഥിതരായി. ബഭൂവുർ വ്യഥിതാ വൃഷം, വൃഷം വ്യഥിതാഹ ബഭൂവു. കാരണം രാമകൃഷ്ണന്മാരെ മധുരാപുരിയിലേക്ക് കൊണ്ടുപോകാനാണ് ഈ അക്രൂരൻ വന്നിരിക്കുന്നത് വ്രജത്തിലേക്ക്. അപ്പോൾ അത് കേട്ടതായിട്ടുള്ള ഉടനെ തന്നെ മുഖകമലങ്ങൾ വാടി പലരുടെയും. ആ ഹൃത്താപം കൊണ്ടുള്ള ശ്വാസം, ചൂടുള്ള നിശ്വാസം കൊണ്ട് മുഖമാകുന്ന മൃദുവായ കമലങ്ങൾ വാടി പലരുടെയും. ചിലരുടെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞു പോകുന്നു, തലമുടികൾ അഴിഞ്ഞു പോകുന്നു, വളകൾ അഴിഞ്ഞു പോകുന്നു. വേറെ ഒരുത്തി അന്യാ തദനുധ്യാന നിർവൃത്ത അശേഷവൃത്തിയായിട്ട് നിന്നു. എല്ലാ വൃത്തികളും ഉപേക്ഷിച്ച് സ്തംഭിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഒരുത്തി. ഈ ലോകവും പരലോകവും ഒന്നും അറിയാതെ സമാധിനിഷ്ഠനായ ഒരു യോഗിയെ പോലെ. വേറെ ഒരുത്തി അപരാ, അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഭഗവാന്റെ അനുരാഗ സ്മിതേരിതാഹ സ്മരന്ത്യ, ഭഗവാന്റെ അനുരാഗത്തോടും മന്ദസ്മിതത്തോടും കൂടി പറഞ്ഞ വാക്കുകളെ സ്മരിച്ചുകൊണ്ടും ആ ഭഗവാന്റെ വിചിത്രങ്ങളായ പദങ്ങളോടുകൂടിയ വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് സ്ത്രീകൾ സമ്മുമുഹു, എല്ലാവരും മോഹിതരായി.
ഭഗവാന്റെ ഗംഭീരമായ മനോഹരമായ സഞ്ചാരത്തെയും ചേഷ്ടകളെയും മനോഹരമായ സ്നേഹപൂർവമായ മന്ദഹാസത്തോടു കൂടിയ നോട്ടത്തെയും ഭഗവാന്റെ നർമ്മങ്ങളെയെല്ലാം ഒക്കെ ഓർത്തുകൊണ്ട് ഭഗവാന്റെ അത്ഭുതങ്ങളായ ചരിതങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വിരഹകാതരായിക്കൊണ്ട് അവരെല്ലാവരും കൂടി സംഘശഃ സമേതാഹ സംഘമായി ചേർന്ന് അശ്രുമുഖ്യഃ അച്യുതാശയാഹ മുഖങ്ങളെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മനസ്സ് അച്യുതനിൽ ഉറപ്പിച്ചവരായിക്കൊണ്ട് കൂട്ടമായി നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭാഷണം ചെയ്തു. പ്രോജുഹു എന്ന് പറഞ്ഞു. അവരെല്ലാം പ്രകർഷേണ ഊജുഹു, പരസ്പരം ആ ഗോപികമാർ പറയുന്ന വാക്കുകളാണ് ഈ ശ്ലോകരൂപത്തിൽ ഗോപികമാരുടെ വിലപനം അഥവാ പ്രലപനം അഥവാ ഗീതമായി വർണ്ണിച്ചിരിക്കുന്നത്. 12 ശ്ലോകങ്ങളുള്ള മറ്റൊരു ഗോപികാഗീതം എന്ന് പറയാം. നമുക്ക് നോക്കാം. ഗോപ്യൗജുഹു അഹോ വിദാദസ്തവന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ താംശ്ചാകൃതാർത്ഥാൻ വിയുനങ്ക്ഷപാർത്ഥകം വിക്രീഡിതം തേർഭഗചഷ്ടിതം യദാ അഹോ വിദാദസ്തവന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ താംശ്ചാകൃതാർത്ഥാൻ വിയുനങ്ക്ഷപാർത്ഥകം വിക്രീഡിതം തേർഭഗചഷ്ടിതം യദാ. അപ്പോ ആദ്യത്തെ ശ്ലോകത്തില് ഒരു ഗോപി സൃഷ്ടികർത്താവിനെ ചീത്ത വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് അല്ലേ? മുമ്പും ഗോപികാഗീതത്തില് ഒരു ഗോപി പാടിയിട്ടുണ്ട് അല്ലേ? ജഡ ഉദീക്ഷതാം പക്ഷ്മകൃത് എന്താ ഭഗവാൻ വൈകുന്നേരം പശുക്കളെ മേച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഗോകുലത്തിലേക്ക് വരുമ്പോൾ കാത്തു നിൽക്കുന്നവരായ ഗോപികമാർ ഭഗവാനെ കാണുമ്പോൾ കണ്ണിമ വെട്ടാതെ കാണണം എന്ന് വിചാരിച്ച് കണ്ണും തുറന്ന് പിടിച്ചിരിക്കുമ്പോഴാണ് ഈ പക്ഷ്മകൃത്ത്, കണ്ണിന് പക്ഷ്മങ്ങൾ അഥവാ ഇമകൾ നിർമ്മിച്ചവൻ സൃഷ്ടികർത്താവ്, അവൻ ജഡൻ, വിഡ്ഢി, ഒരു ബുദ്ധിയില്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റോട് കൂടിയിട്ടാണ് അവൻ സൃഷ്ടിച്ചത് എന്നാ പറഞ്ഞത്. ഉദീക്ഷതാം പക്ഷ്മകൃത്ത് ജഡഹ, ഭഗവാനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരായ ഞങ്ങളുടെ കണ്ണുകൾക്ക് പക്ഷ്മത്തെ ചെയ്തവനായിട്ടുള്ള അവൻ വിഡ്ഢിയാണ്, ജഡനാണ്, മന്ദബുദ്ധിയാണ് എന്ന് അന്ന് ചീത്ത വിളിച്ചിരുന്നു അല്ലേ? അതൊന്നുകൂടി കൂട്ടിപ്പറയാണ് ഇവിടെ. അഹോ കഷ്ടം കഷ്ടം, വിദാതഃ, വിദാതാവേ, സൃഷ്ടികർത്താവേ, ബ്രഹ്മദേവ, തവ ക്വചിത് ദയാ ന, തവ നിനക്ക് ക്വചിത് ഒരിക്കലും ഒരിടത്തും ആരോടും ദയാ ന, അല്പം പോലും ദയയില്ല. നീ കഠിന ഹൃദയനാണ്, നീ ക്രൂരനാണ് വിദാതാവേ, ആരോടും നീ ദയ കാണിക്കുന്നില്ല. കാരണം ഞങ്ങളോട് മാത്രമല്ല, ഈ ലോകത്തിൽ പൊതുവേ നടക്കുന്ന കാര്യമാണിത്. അപ്പൊ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഈ കഠിന ഹൃദയനായിട്ടുള്ള വിധാതാവ് ഈ ക്രൂരകൃത്യം തന്നെ ചെയ്ത് രസിക്കുകയാണ്. ജനങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് അവരെ വല്ല കളിപ്പാട്ടങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു ക്രൂരതയുണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ക്വചിത് ദയാ തവന കാഷ്ടം. പിന്നെ എന്തിനായി മെനക്കെട്ട് സൃഷ്ടിച്ചത്? ഞങ്ങളെയൊക്കെ പീഡിപ്പിക്കാനോ? അതാണ് സംയോജ്യ മൈത്രിയ പ്രണയേന ദേഹിനഃ താംശ്ചാകൃതാർത്ഥാൻ വിയുനങ്ക്ഷപാർത്ഥകം. അപ്പോ ദേഹിനഃ, ദേഹികളായ ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് പ്രണയേന മൈത്രിയാച്ച സംയോജ്യ, ആളുകളെ പ്രേമത്തോടെയും പ്രണയത്തോടെയും
മൈത്രീ ഭാവങ്ങളോടുകൂടിയും പലതരത്തിലുള്ളതായിട്ടുള്ള ബന്ധങ്ങളെ കൊണ്ട് ഞങ്ങളെ യോജിപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ സ്നേഹം കൂടിക്കൂടി വരുന്നതായിട്ടുള്ള സന്ദർഭത്തില് അല്ലേ, പരസ്പരം അടുത്ത് അറിയാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ആ കാലത്തിലാണ് പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പറയാതെ, ഞങ്ങളുടെ അനുവാദം ചോദിക്കാതെ ഞങ്ങളെ പിരിച്ചു കളയുന്ന താംശ്ച അകൃതാർത്ഥാൻ വിയുനങ്ഷി, അപാർത്ഥകം. വിയുനങ്ഷി എന്ന് പറഞ്ഞാൽ വിയോജിപ്പിക്കുന്നു, യുനങ്ഷി എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുന്നു, വിയുനങ്ഷി വിയോജിപ്പിക്കുന്നു എന്ന് വെച്ചാലോ പിരിക്കുന്നു. അകൃതാർത്ഥാൻ താൻ, അകൃതാർത്ഥന്മാരാണ് ഞങ്ങൾ എന്ന് വെച്ചാലോ അങ്ങ് ഞങ്ങളെ വിധി കൊണ്ട് കൂട്ടിച്ചേർത്ത് ഞങ്ങൾക്ക് പരസ്പരം കൂടിച്ചേർന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലല്ലേ കൃതാർത്ഥതയുണ്ടാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മതിയാവോളം സ്നേഹിച്ച് അല്ലേ, ഹാവു മതിയായി എന്ന് പറയാറാവണം. മറ്റൊരു കാരണവുമില്ല, ഒരു കുറവുമില്ല. മതിയായി എന്ന് പറയാറാവണം. സ്നേഹിച്ചു മതിയായി. കൃതാർത്ഥരായി. ആർക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നാറുണ്ടോ? ഏതെങ്കിലും ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചു മതിയായി, ഭർത്താവ് തന്നെ ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, നല്ല സ്നേഹമുണ്ട്, വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും കുറെ കാലം ഇല്ലേ സ്നേഹിക്കുന്നു, സ്നേഹിച്ച് മതിയായി എന്ന് പറയാൻ എത്ര സ്ത്രീകൾക്ക് സാധിക്കും? അതുപോലെ പുരുഷന്മാർക്ക് എത്ര പേർക്ക് സ്നേഹിച്ചു മതിയായി, നല്ല സ്നേഹമുള്ള ഭാര്യ, എല്ലാ ഗുണങ്ങളുള്ള ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ അല്ലേ, കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയുമായ ഭാര്യ, അങ്ങനെ എല്ലാം തികഞ്ഞ ഭാര്യയെ സ്നേഹിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൃതാർത്ഥരായി. ഇനിയിപ്പോ ഒന്നുമില്ല, ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പിരിഞ്ഞാലും തട്ടിപ്പോയാലും ഒരു പ്രശ്നവുമില്ല എന്ന് ധൈര്യമുള്ള പക്വതയുള്ള ആളുകളുണ്ടോ? ഉണ്ടോ? അത് വരണം. അത് വരലാണ് പക്വത. വേറെ കുറ്റം പറയല്ല. ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് മദ്യമായി അയാളെ കൊണ്ട്, അയാൾ എനിക്കൊരു സ്വാതന്ത്ര്യവും തരുന്നില്ല, എന്തെങ്കിലും ഒന്ന് അനങ്ങണമെങ്കിൽ അയാളുടെ സമ്മതം വേണം, എനിക്ക് മടുത്തു ഈ തടവറ, ഈ അടിമത്തം, അതുകൊണ്ട് വേണ്ടാന്ന് വെക്കുകയാണ് എന്നല്ല. സ്നേഹിച്ച് മതിയായി, ഒരു കുറവുമില്ല. എങ്ങനെ പറയാൻ? അതാണ്, അതിനൊരു പ്രത്യേക പക്വത വരണം. അതാണ് സന്യാസം. ആ ഒരു പക്വതയിലാണ് ശരിയായ സന്യാസം. മറ്റത് എന്താ പറയുക, മടുക്കുക എന്ന് പറഞ്ഞാൽ വെറുത്തിട്ട് പലതരം ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് പരസ്പരം പിരിയുക. അതല്ല, സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അല്ലേ, സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്ന് പറയും പോലെ പരസ്പരം സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്യസിക്കാൻ അയക്കുക, അല്ലെങ്കിൽ ഭാര്യയും അതേ പാകതയിലെത്തുക. ഇതാണ് ശരിക്ക് സാധിക്കേണ്ടത്. ഇതാണ് പക്വത എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇന്നത്തെ ജീവിത രീതിയിൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ ഋഷീശ്വരന്മാർക്കൊക്കെ അത് സാധിച്ചിരുന്നു. പ്രജാപതികളായിരുന്ന ദേവഹൂതി ദേവിയുടെയും കർദമ പ്രജാപതിയുടെയൊക്കെ കഥകൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോ എന്താ പറഞ്ഞു വരുന്നത്? ഈ സൃഷ്ടികർത്താവിന് ഒരു വിവരവുമില്ല, അയാൾ ക്രൂരനുമാണ്, അയാൾ കളിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് അല്ലേ. വിദാതഃ തവ ക്വചിത് ദയാന, അങ്ങേക്ക് ആരോടും ദയയില്ല. ദേഹിനഃ മൈത്ര്യ പ്രണയേന സംയോജ്യ
ദേഹികളെ പ്രണയം കൊണ്ടും മൈത്രി കൊണ്ടും പരസ്പരം ചേർത്ത് വെച്ചിട്ട് അവർ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അകൃതാർത്ഥാൻ ചെയ്യേണ്ടതൊന്നും ചെയ്ത് തൃപ്തിയില്ലാതിരിക്കുന്ന സന്ദർഭത്തില് താൻ അപാർത്ഥകം വിയുനംഷി, അവരെ അപാർത്ഥകം എന്ന് പറഞ്ഞാൽ അർത്ഥരഹിതമായിട്ട്, അപഗതമായ അർത്ഥത്തോടു കൂടി. എന്താ അർത്ഥം? പ്രയോജനം. അപ്പൊ യാതൊരു പ്രയോജനവുമില്ലാതെ, ഒരു കാണുന്നവർക്ക് തന്നെ ഒരു ലോജിക്കും തോന്നില്ല അങ്ങയുടെ പ്രവൃത്തിയില്. ഒരു മൂഢനായ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ. അതിനാണ് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞത്, വിക്രീഡിതം തേ അർഭകചേഷ്ടിതം യത്, തേ വിക്രീഡിതം അർഭകചേഷ്ടിതം യത്. അല്ലയോ വിധാതാവേ, അങ്ങയുടെ ഈ വിക്രീഡയുണ്ടോ, ഈ സൃഷ്ടിസ്ഥിതി ലീലകളുണ്ടല്ലോ, അത് അർഭകചേഷ്ടിതം യത്. അർഭകന്മാരെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികള്, ഇത്തിരി വിവരം വെച്ച കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും കളിയിൽ ലോജിക്ക് ഉണ്ടാവും. തീരെ ചെറിയ കുട്ടികളുടെ കയ്യില് നമ്മൾ പല കളിപ്പാട്ടങ്ങളും കൊടുത്താല് അവരതിനെയൊക്കെ പല ഭാഗത്തും ചേർക്കും, പിന്നെ പിരിക്കും, പിന്നെ ചേർക്കും, പിന്നെ കൂട്ടും. അവർക്ക് അതിന്റെ ശരിയായ രീതിയിൽ കോമ്പിനേഷൻ ചെയ്യാനോ കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാനോ ഒന്നും മനസ്സ് നിൽക്കില്ല, അല്ലെ? മുതിർന്ന കുട്ടികളെ അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ, കൊച്ചുകുട്ടികൾ. മുതിർന്ന കുട്ടികൾക്ക് കളിയിൽ ഒരു ഉദ്ദേശ്യം ഉണ്ടാവും. അവർ കുറച്ചു നേരം കൂടി കൂടുതലായിട്ട് എന്താ പറയുക, ബൊമ്മകളൊക്കെ കൊണ്ട് കളിക്കുകയാണെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കള്, കുടുംബം എന്നൊക്കെ പറഞ്ഞ് അവർ ആ ബൊമ്മകളെ കൊണ്ട് നാടകം കളിക്കും. അവരെന്നെ കഥയൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് കളിക്കും. ഇത് അത്രയൊന്നും ആയിട്ടില്ലാത്ത കൊച്ചുകുട്ടികളുടെ കയ്യിൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൊച്ചുകുട്ടികളുടെയും ഒക്കെ ബൊമ്മകൾ കൊടുത്താൽ കുറച്ചു നേരം ചേർത്ത് വയ്ക്കും. എന്താ അവൻ ചെയ്യാൻ പോണെന്ന് നോക്കിക്കൊണ്ട് മുതിർന്നവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കഥ പറയുന്നുണ്ടോ, എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ അവൻ ചെയ്യുന്നത്? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അപ്പുറത്തുനിന്ന് ഒരാളെ എടുത്ത് ഇപ്പുറത്ത് വയ്ക്കും, പുറത്തുനിന്ന് ഒരാളെ എടുത്ത് അപ്പുറത്ത് വയ്ക്കും. അവരെ ഏതെങ്കിലും വഴിക്ക് കൊണ്ടുപോകും, മറ്റൊരാളെ എടുത്ത് കളിപ്പാട്ടത്തിന്റെ സൂക്ഷിക്കുന്ന ഭാണ്ഡത്തിലേക്ക് എടുത്തിടും, അല്ലെങ്കിൽ എല്ലാം കൂടി തട്ടിക്കൂട്ടിയിട്ട് അങ്ങോട്ട് വലിച്ചെറിയും. ഒരു ലോജിക്കും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർത്ത് വെക്കുകയും പിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടി. അവന്റെ കളിയെ എന്താ പറയുക, ബാലചേഷ്ടിതം അല്ലെ, അർഭകചേഷ്ടിതം. ആ അർഭകചേഷ്ടിതം പോലെയാണ് ഈ സൃഷ്ടികർത്താവിന്റെ വിക്രീഡിതം. ഞങ്ങള് പരസ്പരം സ്നേഹിക്കാനും കൊതിതീരെ പരസ്പരം എന്താ പറയുക ഓരോന്ന് പങ്കിടാനും സേവിക്കാനും ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മതിയായില്ല, ഞങ്ങൾ കൃതാർത്ഥരല്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതാ ഞങ്ങളെ പിരിക്കാൻ പോകുന്നത് വിധാതാവ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ഇതുപോലെ തന്നെയാണ് ഈ വിധാതാവ് കാട്ടിക്കൂട്ടുന്നത്. അങ്ങേർക്ക് ഒരു വിവരവുമില്ല, മാത്രമല്ല കഠിന ഹൃദയനുമാണ്, ബാലചേഷ്ടിതമാണ്. അത് വിവരമില്ലായ്മയെ സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ ക്രൂരതയെയും സൂചിപ്പിക്കുന്നു. ഈ ആളുകളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള പ്രവൃത്തിയാണ്. വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്നാണ് ബ്രഹ്മദേവനോട്, സൃഷ്ടികർത്താവിനോട് ഈ ഗോപികമാര് പരോക്ഷമായി ചോദിക്കുന്നത്. അറിയാത്ത പണിക്ക് എന്തിനാ നിൽക്കുന്ന, മര്യാദയ്ക്ക് പണിയെടുത്ത് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചൂടെ? ഗോപ്യ ഊജുഹു അഹോ വിദാതസ്തവന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ താംശ്ചാകൃതാർത്ഥാൻ വിയുനങ്ഷ്യപാർത്ഥകം വിക്രീഡിതം തേ അർഭകചേഷ്ടിതം യഥാ. അപ്പൊ ഒരു അർത്ഥവുമില്ലാത്ത കളിയാണ് അങ്ങ് കളിക്കുന്നത്. ഞങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ കുറെ നേരം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വിട്ടൂടെ? എന്തിനാ ഞങ്ങളിങ്ങനെ അകാലത്തിൽ പിരിക്കുന്നത്? മതിയാവോളം ഞങ്ങൾ സ്നേഹിച്ചില്ല. അപ്പൊ ഇത് സാമാന്യമായിട്ട് പറഞ്ഞിട്ട് ഇനി സാധാരണ ജനങ്ങളുടെയൊക്കെ അനുഭവമാണിത്. ഇനി ഇത്രയും വിശിഷ്ടനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട്, എല്ലാം തികഞ്ഞ കൃഷ്ണനുമായി കൂട്ടിച്ചേർത്തിട്ട് അത് പിരിക്കുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണ്. അങ്ങ് ചെയ്യുന്ന ഏറ്റവും നിന്ദ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഞങ്ങളെ ഈ കൃഷ്ണനുമായിട്ട് ചേർത്ത് നിർത്തിയിട്ട് പിന്നീട് കൃഷ്ണനെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത്. എല്ലാം തികഞ്ഞ ആ ഒരു മഹാത്മാവാണ് കൃഷ്ണൻ, അത്ഭുത പുരുഷനാണ്. അദ്ദേഹത്തെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോവുക എന്നുള്ളത് ഒട്ടും എന്താ പറയുക യോജിക്കുന്ന പ്രവൃത്തിയല്ല, മര്യാദയേ അല്ല.
അതാണ് യസ്ത്വം പ്രദർശ്യാസിത കുന്തളാവൃതം മുകുന്ദവക്ത്രം സുഖപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷ്യമസാധു തേ കൃതം. യസ്ത്വം പ്രദർശ്യാസിത കുന്തളാവൃതം മുകുന്ദവക്ത്രം സുഖപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷ്യം അസാധു തേ കൃതം. അപ്പോ ഏതെങ്കിലും ഒരു പ്രാകൃത ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് അങ്ങനെയുള്ള ഒരാളല്ല, വളരെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ കൃഷ്ണൻ. അതാണ് ആ ഭഗവാന്റെ സൗന്ദര്യത്തെയും ഭഗവാന്റെ ഗുണങ്ങളെയും എല്ലാം സൂചിപ്പിക്കുന്നു. യഹ ത്വം അസിതകുന്തളാവൃതം സുഖപോലം ഉന്നസം ശോകാവനോദസ്മിതലേശസുന്ദരം മുകുന്ദവക്ത്രം പ്രദർശ്യ പാരോക്ഷ്യം കരോഷി തേ കൃതം അസാധു. അപ്പൊ എന്താണ്? ആ മുകുന്ദവക്ത്രം പ്രദർശ്യ, ആ മുകുന്ദന്റെ മുഖത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. മുകുന്ദന്റെ വക്രം എങ്ങനെയുള്ളതാണെന്നാണ് മുമ്പിലത്തെ വരികൾ പറഞ്ഞത്. എങ്ങനെയുള്ളതാണ് മുകുന്ദന്റെ വക്രം? അസിത കുന്തളാവൃതം. അസിതം കറുത്തത്, കുന്തളം കുറുനിരകൾ. അപ്പൊ നല്ല കറുത്ത മൃദുവായ ചുരുണ്ടതായിട്ടുള്ള കുറുനിരകളെ കൊണ്ട് ആവൃതമായിട്ടുള്ളതാണ് ഭഗവാന്റെ മുഖം. അങ്ങനെ അസിത കുന്തളാവൃതം സുഖപോലം, നല്ല മരതക കണ്ണാടി പോലെയുള്ളതായിട്ടുള്ള കവിൾത്തടങ്ങൾ, അതിമനോഹരങ്ങളായിട്ടുള്ള കവിൾത്തടങ്ങൾ. സുഖപോലം ഉന്നസം, നല്ല എഴുന്നു നിൽക്കുന്നതായിട്ടുള്ള അല്ലേ, എള്ളിൻ പൂവ് പോലെയുള്ളതായിട്ടുള്ള മൂക്ക് എന്നൊക്കെ പറയാം. ഉന്നസം, ഉയർന്ന നാസികയോട് കൂടിയതും. ശോകാപനോദസ്മിതലേശസുന്ദരം, കാണുന്നവരുടെ ഭഗവാൻ ആരെ നോക്കുന്നുവോ അവരുടെ ശോകത്തെ അപനോദനം ചെയ്യുന്ന, ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ആ സ്മിതത്തോടുകൂടിയ സ്മിതലേശം, മന്ദസ്മിതം എന്നർത്ഥം. സ്മിതലേശ സുന്ദരം, മന്ദസ്മിത സുന്ദരം, ചെറിയൊരു മന്ദഹാസം കൊണ്ട് അല്ലേ സുന്ദരമായിരിക്കുന്ന ആ ഭഗവാന്റെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്റെ കയ്യിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിട്ടുള്ള മന്ദഹാസം. ആരും ഭയപ്പെടണ്ട, എല്ലാറ്റിൻ്റെയും രഹസ്യം എനിക്കറിയാം, ഏത് പ്രശ്നത്തിനും പ്രതിവിധി എൻ്റെ കയ്യിലുണ്ട് എന്ന മട്ടിൽ എപ്പോഴും ഗൂഢമായ മന്ദഹാസത്തോടു കൂടിയിരിക്കുന്ന ആ മുഖകമലം. അതാണ് ശോകാപനോദ സ്മിതലേശ സുന്ദരം. ശോകത്തെ അപനോദനം ചെയ്യുന്ന മന്ദസ്മിതത്തോടുകൂടിയ സുന്ദരമായിരിക്കുന്ന മുകുന്ദവക്ത്രം, മോക്ഷദാതാവായ ഭഗവാന്റെ മുഖത്തെ ഞങ്ങൾക്ക് പ്രദർശ്യ കാണിച്ചു തന്നിട്ട് പാരോക്ഷ്യം കരോഷി. പാരോക്ഷ്യം കരോഷി, പരോക്ഷസ്യ ഭാവഃ പാരോക്ഷ്യം. പരോക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റാത്ത അവസ്ഥ, പ്രത്യക്ഷമാവാത്ത അവസ്ഥ. എവിടെയോ ഉണ്ട്, ആരോ കാണുന്നുണ്ട്, പരന്മാരുടെ അക്ഷിക്ക് വിഷയമാണ്, ബട്ട് ഞങ്ങൾക്ക് പ്രത്യക്ഷമല്ല. അതാണ് പാരോക്ഷ്യം. അപ്പൊ ദൂരേക്ക് പരോക്ഷഭാവത്തെ കരോഷി ചെയ്യുന്നു, അകറ്റുന്നു ഞങ്ങളിൽ നിന്ന്. അങ്ങനെയുള്ള തേ കൃതം, അങ്ങയുടെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അസാധു, അസാധു, അത് നിന്ദ്യമായിട്ടുള്ളതാണ്, മര്യാദ കെട്ട പണിയാണ് ഈ ചെയ്യുന്നത്. ഞങ്ങൾ എന്തിനാ കൃഷ്ണന്റെ മുഖം കാണിച്ചതെന്ന്? പിന്നെ ഈ കൃഷ്ണനുമായിട്ടുള്ള ഇത്രയും നല്ലൊരു ബന്ധം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കി വളർത്തിയിട്ട് ഇപ്പൊ അത് വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ, ഞങ്ങൾക്ക് തൃപ്തി വന്നിട്ടില്ലാത്ത ഈ സന്ദർഭത്തിൽ അകൃതാർത്ഥന്മാരായ ഞങ്ങളിൽ നിന്ന് ഈ കൃഷ്ണനെ പരോക്ഷമാക്കുന്നുവോ? അങ്ങ് വളരെ ക്രൂരനാണ്, വളരെ ക്രൂരനാണ്. ഞങ്ങളുടെയൊക്കെ ചങ്ക് പൊട്ടിപ്പോവുകയാണ്, അതൊന്നും അങ്ങ് കാണുന്നില്ല അല്ലേ? ഞങ്ങളുടെ ഹൃദയം തകരുന്നു, അതൊന്നും അങ്ങ് ദർശിക്കാതെ ക്രൂരനായിക്കൊണ്ട്, കഠിന ഹൃദയനായിക്കൊണ്ട് ഞങ്ങളിൽ നിന്ന് കൃഷ്ണനെ അകറ്റുന്നുവല്ലോ. അങ്ങ് വളരെ നിന്ദ്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, മര്യാദഘട്ട പ്രവൃത്തിയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ സൃഷ്ടികർത്താക്കന്മാർക്ക് കരുണ വേണ്ടേ അല്ലേ? അച്ഛനമ്മമാര് മക്കളോട് കരുണ കാണിക്കും പോലെ തന്നെയല്ലേ സൃഷ്ടികർത്താക്കന്മാർ തന്റെ സൃഷ്ടിയോട് കാരുണ്യം കാണിക്കേണ്ടത്?
അപ്പൊ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നതിന് പരം ക്രൂരതയാണ് കാണിക്കുന്നത്. അങ്ങ് മര്യാദക്കാരനല്ല, അങ്ങയുടെ പ്രവൃത്തിയൊക്കെ മഹാമോശം എന്ന് പറഞ്ഞ് ബ്രഹ്മദേവനെ അഥവാ സൃഷ്ടികർത്താവിനെ അല്ലെങ്കിൽ ദൈവങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്നു ആര്? ഗോപികമാര്. യസ്ത്വം പ്രദർശ്യാസിത കുന്തളാവൃതം മുകുന്ദഭക്ത്രം സുഖപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷ്യമസാധു തേ കൃതം. ക്രൂരഃ ത്വം അക്രൂരസമാഖ്യയാ സ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേപദാജ്ഞവത് യേനൈകദേശേ കില സർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്വിഷഃ. ക്രൂരസ്ത്വമക്രൂരസമാഖ്യയാ സ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേപദാജ്ഞവത് യേനൈകദേശേ കില സർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്വിഷഃ. ഭഗവാനെ അല്ല സൃഷ്ടികർത്താവിനെ ക്രൂരഃ ത്വം എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. ത്വം ക്രൂരഃ, അങ്ങ് മഹാക്രൂരനാണ്, ദാക്ഷിണ്യമില്ലാത്തവനാണ്, കരുണ ഒട്ടുമില്ലാത്തവനാണ്. ക്രൂരഃ ത്വം എന്താ ചെയ്യണത്? അക്രൂരസമാഖ്യയാ സ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേപദാജ്ഞവത്. അപ്പോൾ ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള കണ്ണ്, ചക്ഷുർഹി ദത്തം നഹ ദത്തം ചക്ഷുഹു, ഞങ്ങൾക്ക് നൽകിയ കണ്ണിനെ അജ്ഞവത് ഹരസേബദ, ഒരു അജ്ഞനെ പോലെ മൂഢനെ പോലെ ഹരിച്ചെടുക്കുകയാണല്ലോ, ഞങ്ങളുടെ കണ്ണുകളെ ഹരിക്കുകയാണല്ലോ. ഏതു പേരിൽ വന്ന്, ഏതു വ്യാജേന വന്ന്? അക്രൂരസമാഖ്യയ, ക്രൂരനായ വിധി തന്നെയാണ്, വിധാതാവ് തന്നെയാണ് അക്രൂര വേഷത്തിൽ വന്ന്, അക്രൂരൻ എന്ന പേരോടുകൂടി വന്ന് ഞങ്ങൾക്ക് നൽകപ്പെട്ടതായിട്ടുള്ള ഞങ്ങളുടെ കണ്ണിനെ ഞങ്ങളിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെ കണ്ണ് എന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെയാ പറയുന്നത് അല്ലേ? എന്താ ഭഗവാനെ കണ്ണ് ചക്ഷു എന്ന് പറഞ്ഞത്? ചക്ഷു ഉണ്ടായതിന്റെ സാഫല്യം ഭഗവാന്റെ ദർശനമാണ്. കണ്ണുണ്ടായാൽ പോരാ, കണ്ണ് എന്തിനുള്ളതാണ്? ഭഗവത് ദർശനത്തിനുള്ളതാണ്. അപ്പൊ ഭഗവാനെ ദർശിച്ചതോടുകൂടിയിട്ടാണ് കണ്ണ് കണ്ണായത്. എപ്പോഴാണോ കൃഷ്ണദർശനം സാധ്യമായത് അപ്പോഴാണ് കണ്ണ് കണ്ണായി മാറിയത്. അപ്പോ കൃഷ്ണനെ മുമ്പിൽ നിന്ന് അപഹരിച്ചാൽ കണ്ണിനെ അപഹരിക്കുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് മുമ്പിൽ കാണാനൊന്നുമില്ലെങ്കിൽ കണ്ണുകൊണ്ട് എന്ത് പ്രയോജനം? മുമ്പിൽ നിൽക്കുന്നത് ശൂന്യതയാണെങ്കിൽ കണ്ണുണ്ടായിട്ട് എന്ത് കാര്യം? വെളിച്ചവുമില്ല, ഒരു വസ്തുവുമില്ല മുമ്പിൽ, പിന്നെന്തുകൊണ്ട് ഈ കണ്ണുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ അതുപോലെ ഭഗവാനെ മാറ്റുന്നതോടുകൂടി അവരുടെ അനുഭവം ശൂന്യതയാണ്. അവർക്ക് ഇനി കാണേണ്ടതായിട്ട് ഒന്നുമില്ല, ഈ ലോകത്തിൽ ഒന്നും വർത്തിയായിട്ടില്ല. കൃഷ്ണനെ കണ്ടതോടുകൂടി ഇനി ഒന്നും കാണണ്ട എന്ന് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. കാരണം ഈ കൃഷ്ണ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ഈ ലോകത്തിലെ ഒരു വസ്തുവും സുന്ദരമല്ല. കൃഷ്ണ സൗന്ദര്യ ലേശം കൊണ്ടാണ്, അല്പാൽപ്പം കൊണ്ടാണ് ഈ ലോകത്തിലുള്ള സുന്ദര വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോ ഞങ്ങള് കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മദേവന്റെ മറ്റ് സൃഷ്ടികളെ ഒന്നും ഞങ്ങൾക്ക് സൗന്ദര്യമുള്ളതായി തോന്നുന്നില്ല. അപ്പൊ അതില് അസൂയ മൂത്ത്, മത്സരം മൂത്തിട്ടാണോ ഈ ബ്രഹ്മദേവൻ ഇങ്ങനെ ചെയ്തത്? ഞാൻ സൃഷ്ടിച്ച മറ്റു വസ്തുക്കളെയൊന്നും ഇവര് വേണ്ട പോലെ കാണുന്നില്ല, അതിനെയൊന്നും ആസ്വദിക്കുന്നില്ല. ആകെ ഒരു കൃഷ്ണനിൽ തന്നെ ഇവരുടെയൊക്കെ കണ്ണ്. കൃഷ്ണ 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 എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ പുറകെ നടക്കുന്നു. അപ്പോ ബ്രഹ്മദേവൻ ഒരു മത്സര ബുദ്ധി ഉണ്ടായിട്ടുണ്ടാവും. എന്നാ പിന്നെ ഈ കൃഷ്ണനെ തന്നെ അങ്ങോട്ട് അകറ്റിക്കളഞ്ഞാൽ ഇവരെന്ത് കാണും നോക്കാലോ. ഇവർ കാണാതിരിക്കില്ലല്ലോ, തിരിച്ചു വരും എന്റെ സൃഷ്ടിയിലേക്ക് തന്നെ അല്ലേ? നാമരൂപങ്ങളെ തന്നെ, മറ്റുള്ള വസ്തുക്കളെ
സുന്ദര വസ്തുക്കളുടെയൊക്കെ പുറകെ മോഹിതരായി അവർ വരാതിരിക്കില്ല. അപ്പോൾ ഇവർ മറ്റുള്ള വസ്തുക്കളെ പരിഗണിക്കാതിരിക്കാൻ കാരണഭൂതനായ കൃഷ്ണനെ ഇവരിൽ നിന്ന് അകറ്റിയാൽ ഇവർ ലോകത്തിന്റെ പുറകെ പോകും. ഇവരെ സംസാരികളായി നിലനിർത്താം. അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മദേവന് പോലും ഈ ഗോപികമാരോട് അസൂയ തോന്നിയിട്ടുണ്ടാവും അല്ലേ? അതാണ് ഗോപികമാര് കണക്കാക്കുന്നത്, ഗോപികമാരുടെ ചിന്തയാണ്. ബ്രഹ്മദേവൻ എന്താ ചെയ്തത്? ഗോപികമാരുടെ ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞു. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ പ്രചൗകസാം യൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം എന്ന് പറഞ്ഞ് വീണ് വീണ് നമസ്കരിച്ചു ആ ഗോപന്മാരുടെ ഗോപികമാരുടെയൊക്കെ പാദധൂളികൾ പതിഞ്ഞ ആ വൃന്ദാവനത്തിൽ. അദ്ദേഹത്തിന് അസൂയൊന്നുമില്ല. എങ്കിലും ഗോപികമാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ ആ ഒരു ഡിപ്രഷനിൽ അവരെല്ലാം നെഗറ്റീവായിട്ടാണ് കാണുന്നത് അല്ലേ? വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വിപരീതമായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മദേവനെ ചീത്ത വിളിക്കണ്, അങ്ങേക്ക് ഞങ്ങളോട് അസൂയ കൊണ്ട് മത്സരബുദ്ധി കൊണ്ട് ഞങ്ങൾ എപ്പോഴും കൃഷ്ണനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ള വസ്തുക്കളെയൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങ് ഞങ്ങളിൽ നിന്ന് കൃഷ്ണനെ അകറ്റി ഞങ്ങളെ തിരിച്ച് സംസാരികളാക്കാനായിക്കൊണ്ടുള്ള പണിയാണല്ലേ എന്ന മട്ടിലാണ് ചോദ്യം. അപ്പോ ക്രൂരഹാത്വം, അതിക്രൂരനായ അങ്ങ് അക്രൂരസമാഖ്യാസ്മ, അക്രൂരൻ എന്ന വ്യാജവേഷത്തിൽ വന്ന് നഹ ചക്ഷുർഹി ദത്തം ഹരസേ ബദ അജ്ഞവത്, ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ കണ്ണായ കൃഷ്ണനെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു അജ്ഞനെ പോലെ, അറിവില്ലാത്തവനെ പോലെ. വാസ്തവത്തിൽ അങ്ങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്, മനഃപൂർവമാണ്. ബദ കഷ്ടം കഷ്ടം. ഏന മധുദ്ദിഷ ഏകദേശേ ത്വദീയം അഖില സർഗസൗഷ്ഠവം വയം അദ്രാക്ഷ്മ. എന്ന് വെച്ചാൽ കൃഷ്ണനെ കണ്ടതോടുകൂടി ഞങ്ങൾക്കൊരു രഹസ്യം പിടികിട്ടി, അത് അങ്ങേക്ക് സഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും ആ രഹസ്യം മനസ്സിലാക്കിയാലോ? ബ്രഹ്മദേവന്റെ ഈ സുന്ദരമായ വസ്തുക്കൾ മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ സീക്രട്ട് എന്താണ്? മധുദ്ദിഷ ഏകദേശേ, മധുദ്വിഷ മധുദ്വേഷി മധുസൂദനനായ ഭഗവാന്റെ ഏകദേശേ, ഏകാംശം കൊണ്ട് എന്നർത്ഥം. ഒരു ചെറിയ അംശം കൊണ്ടാണ് ത്വദീയം അഖില സർഗസൗഷ്ഠവം, ത്വദീയം അങ്ങയുടേതായിട്ടുള്ള അഖില സർഗത്തിന്റെയും സൗഷ്ഠവം, ഈ സൃഷ്ടിയുടെ മുഴുവൻ സൗഷ്ഠവം അഥവാ സുഷ്ടുഭാവം, ശോഭനത, സൗന്ദര്യം, അതെല്ലാം അങ്ങ് എവിടുന്ന് കടമെടുത്തിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്? ഈ സുന്ദരമൂർത്തിയായ സൗന്ദര്യോത്തരതോപി സുന്ദരതരനായ ഈ കൃഷ്ണമൂർത്തിയുടെ അല്പ സൗന്ദര്യം കൊണ്ടാണ് അവിടുന്ന് കടമെടുത്തിട്ടാണ് ഈ ലോകത്തിലുള്ള സകല സൗഷ്ഠവമുള്ള വസ്തുക്കളെയും അങ്ങ് ആ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വയം അദ്രാക്ഷ്മ, വയം ഞങ്ങൾ കാണുന്നു, കണ്ടിരിക്കുന്നു. അദ്രാക്ഷ്മ, അപ്പൊ ഞങ്ങൾ ആ രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ ഇത് പബ്ലിക് ആവാതിരിക്കാൻ വേണ്ടി, കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അങ്ങേക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് പോയാലോ എന്ന് പേടിച്ച് എല്ലാ ക്രെഡിറ്റും കൃഷ്ണനുള്ളതാണ്, കൃഷ്ണന്റെ സൗന്ദര്യ ലേശം കൊണ്ടാണ് ഈ ലോകത്തിലുള്ള സകല സുന്ദര വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ലോകമറിഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ട്, അത് രഹസ്യം അറിഞ്ഞ ഞങ്ങളോടുള്ള മത്സരബുദ്ധി കൊണ്ട് ഒക്കെയല്ലേ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ആ ഭഗവാനെ നീ മറയ്ക്കുന്നത് ബ്രഹ്മദേവ സൃഷ്ടികർത്താവേ എന്ന് ആ വിധാതാവിനോടുള്ള ചോദ്യത്തിന്റെ ആ എക്സ്റ്റൻഷനാണ്. അപ്പൊ അങ്ങ് അക്രൂരൻ എന്ന വ്യാജേന വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്. ക്രൂരസ്ത്വമക്രൂരസമാഖ്യയാസ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേ ബദാജ്ഞവത് യേനൈകദേശേ അഖില സർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്വിഷഃ. ഭഗവാന്റെ ഏകാംശം കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും സുന്ദരമായിരിക്കുന്നത്. ഒരു പരമസത്യവുമാണ്, ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നതുമാണ് അല്ലേ?
മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്നും വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് എന്നുമൊക്കെ ഈ രഹസ്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏകാംശേന വിഷ്ടഭ്യ ഇതം ജഗത് സ്ഥിത, എൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് വ്യാപിച്ചിട്ടാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. ഈ ജീവലോകത്തിലുള്ള സകലരും എൻ്റെ അംശത്താലാണ്, എൻ്റെ ജീവാംശം കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് മറ്റൊരു ഭാഗം. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ അംശം കൊണ്ട് തന്നെയാണ് ഈ ലോകം സുന്ദരമായിരിക്കുന്നത്. ആ സത്യം ആര് മനസ്സിലാക്കി? ഗോപികമാർ മനസ്സിലാക്കി. ബ്രഹ്മദേവന് അതങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ബ്രഹ്മദേവൻ ഭഗവാനെ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറയ്ക്കുകയാണ് എന്നതാണ് ഗോപികമാരുടെ അഭിപ്രായം. നന്ദസൂനുഃ ക്ഷണഭംഗസൗഹൃദഃ സമീക്ഷസേനഃ സ്വകൃതാദുരാപദ വിഹായ ഗേഹാൻ സ്വജനാൻ സുരാൻ പദീൻ തദ്ദാസ്യമദ്ധോപഗതാനവപ്രിയഃ. നന്ദസൂനുഃ ക്ഷണഭംഗസൗഹൃദഃ സമീക്ഷസേനഃ സ്വകൃതാദുരാപദ വിഹായ ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ തദ്ദാസ്യമദ്ധോപഗതാനവപ്രിയഃ. ഇനി എന്തിനാ ഇപ്പൊ സൃഷ്ടികർത്താവിനെ അധികം പറയണത്? നമ്മുടെ ആള് ഈ കൃഷ്ണനുണ്ടല്ലോ, അയാൾക്ക് നമ്മളോട് വാസ്തവത്തില് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമില്ല. അയാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അയാൾ ഇവിടുന്ന് പോവോ? അല്ലേ? ഇപ്പോൾ സാധാരണ ലൗകികന്മാരുടെ വാദങ്ങളാണ് ഇവിടെ ഇടയ്ക്കൊക്കെ ഗോപികമാരുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. കൃഷ്ണനെ കുറിച്ച് പറയാണ്, നന്ദസൂനുഹു ക്ഷണഭംഗ സൗഹൃദ. ഈ നന്ദസൂനു ക്ഷണഭംഗ സൗഹൃദനാണ്. സൗഹൃദം ക്ഷണം കൊണ്ട് ഭഞ്ജിക്കപ്പെടുന്നതാണ്. ക്ഷണം കൊണ്ട് നശിക്കുന്ന സൗഹൃദത്തോടു കൂടിയവനാണ് ഈ കൃഷ്ണൻ. ഇവൻ അധിക നേരം ആരെയും സ്നേഹിക്കില്ല, ആരുടെ അടുത്തും ഇരിക്കുകയില്ല. ക്ഷണഭംഗ സൗഹൃദൻ. അപ്പൊ നമ്മളെ ഉപേക്ഷിക്കാൻ അവന് മടിയില്ല. അവന്റെ സ്വഭാവം അതാണ്. ഓരോരോ പുതിയ പുതിയ ആൾക്കാരെ കിട്ടുമ്പോൾ പഴയ ആൾക്കാരെയൊക്കെ മറന്നുകൊണ്ട് പുതിയ ആളുകളോട് സൗഹൃദം വയ്ക്കുക. അല്ലെ? എങ്ങനെയുണ്ടല്ലോ, ലോക സ്വഭാവമാണത്. പലർക്കും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അല്ലെ ഏറ്റവും പഴയ സൗഹൃദങ്ങളെയൊക്കെ എപ്പോഴും സൂക്ഷിക്കുകയുള്ളൂ. മിക്കവാറും ഓരോ രംഗങ്ങളും മാറി മാറി പോകുമ്പോൾ അവിടെയൊക്കെ കിട്ടുന്നതായിട്ടുള്ള സുഹൃത്തുക്കളെ പുതിയ സുഹൃത്തുക്കളായി സ്വീകരിക്കും. പഴയ സുഹൃത്തുക്കളെയെല്ലാം മറന്നു പോവുകയും ചെയ്യും. എന്നാൽ വളരെ ആത്മാർത്ഥതയുള്ളതായിട്ടുള്ള ആളുകൾ, അത്രയും അടുപ്പമുള്ളവരായ, നമുക്ക് വളരെ ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത് സജ്ജനങ്ങളുടെ ലക്ഷണമാണ്. എന്നാൽ ഇവിടെ കൃഷ്ണനെ ആ ലക്ഷണം ഉള്ളവനല്ല, ഇല്ലാത്തവനായിട്ട് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളോട് ആത്മാർത്ഥമായിട്ടുള്ള നീണ്ടകാല സൗഹൃദമൊന്നും ഈ കൃഷ്ണനില്ല. തൽക്കാലത്തേക്കുണ്ടായ സൗഹൃദം മാത്രമേ ഉള്ളൂ. ക്ഷണഭംഗ സൗഹൃദ, ക്ഷണത്തിൽ ഭഞ്ജിക്കപ്പെടുന്ന സൗഹൃദത്തോടു കൂടിയവനാണ് ഈ കൃഷ്ണൻ. നവപ്രിയ എന്നും പറയുന്നുണ്ട്. നവപ്രിയ എന്ന് പറഞ്ഞാലോ, പുതിയതിനോട് പ്രേമം ഉള്ളവൻ, പുതിയതിനെ സ്നേഹിക്കുന്നവൻ. നവപ്രിയ. അങ്ങനെയുള്ള നന്ദസൂനുഹു, ആ നന്ദപുത്രനായ കൃഷ്ണൻ, ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ വിഹായ തദ്ദാസ്യമുപാഗതാഃ സ്വകൃതാദുരാഃ നഃ ന സമീക്ഷസേ ബദ. ന സമീക്ഷസേ ബദ. ബദ കഷ്ടം തന്നെ. ന സമീക്ഷസേ, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. സമീക്ഷ എന്ന് പറഞ്ഞാൽ ദർശിക്കുക, കാണുക എന്നൊക്കെ അർത്ഥമാണെങ്കിലും ഇവിടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നില്ലല്ലോ എന്നർത്ഥം. അല്ലെ? പരീക്ഷ, സമീക്ഷ, ഇതൊക്കെ വിചാരം തന്നെയാണ്. അപ്പൊ നമ്മളെ കുറിച്ച് അല്പം പോലും ഒരു വിചാരവും ഇല്ല. അദ്ദേഹത്തിന് നമ്മളോട്
താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വരില്ലേ? ഈ രാത്രിയിൽ നമ്മളെ കാണാൻ വരില്ലേ? സാധാരണ പതിവാണല്ലോ, ഇപ്പൊ കാണാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ഒരു പരിഗണനയുമില്ല, ഒരു ചിന്തയുമില്ല. ന സമീക്ഷസേ നന്ദസൂനുഹു. കാരണം നമ്മളോ സർവസ്വവും അവന് വേണ്ടി ഉപേക്ഷിച്ച് അവനെ തന്നെ ദാസ്യവൃത്തിയിൽ നമ്മൾ കഴിച്ചുകൂട്ടുന്നവരാണ്. അവന്റെ ദാസികളായിട്ട്, അടിമകളായിട്ട് കഴിയുന്നവർ. ആ ദാസികളും അടിമകളുമായിട്ടുള്ള നമ്മളെ മറന്ന്, നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെ, ഒരു എന്താ പറയുക, കൃതജ്ഞതയുമില്ലാതെ കൃഷ്ണൻ പെരുമാറുന്നത് കാണുമ്പോൾ പിന്നെ ബ്രഹ്മദേവൻ എന്തിന് നമ്മൾ കുറ്റം പറയുന്നത്? അതാണ്. അപ്പോ ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ, ഇവർ ഉപേക്ഷിച്ച വസ്തുക്കളെ പറയണം. ഗേഹങ്ങള്, നമ്മൾ വീടുകളെ ഉപേക്ഷിച്ചു. സ്വജനാൻ, ബന്ധുജനങ്ങളെ ഉപേക്ഷിച്ചു. സുതാൻ, മക്കളെ ഉപേക്ഷിച്ചു. പതീൻ, ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു. എല്ലാം വിഹായ, വെടിഞ്ഞിട്ട് അദ്ധാ, നേരിട്ട് സാക്ഷാത്തായിട്ട് തദ്ദാസ്യം ഉപഗതാഹ, അവന്റെ ദാസ്യത്തെ പ്രാപിച്ചവരാണ് നമ്മൾ. എല്ലാം വെടിഞ്ഞ് അവനെ മാത്രം ശരണം പ്രാപിച്ചവരാണ്. അങ്ങനെയുള്ള സുഹൃത ആതുരാഹ നഹ. ഇപ്പതാ അങ്ങേര് ചെയ്ത പ്രവൃത്തി കൊണ്ട് ആതുരരാണ് നമ്മൾ. ഭഗവാൻ ഭഗവാനാൽ ചെയ്യപ്പെട്ട ആ കൃതങ്ങളെ കൊണ്ട് ആതുരകളാണ് നമ്മൾ. വളരെയധികം വിഷമിക്കുന്നു. അങ്ങനെയുള്ള നമ്മളെ നേരെ ഒന്ന് നോക്കുന്നുണ്ടോ? നമ്മളെ ചിന്തിക്കുന്നുണ്ടോ? ഒരു പരിഗണനയുണ്ടോ? ന സമീക്ഷസേ ബദ. കഷ്ടം. അപ്പൊ നമ്മൾ എത്ര വ്യസനിക്കുന്നു അയാളുടെ പ്രവൃത്തി കൊണ്ട്, അതൊന്നും ചിന്തിക്കുന്നില്ല. ഒന്ന് മാറി ചിന്തിച്ചൂടെ ഈ കൃഷ്ണന്? എന്നിട്ട് നമ്മൾക്ക് അഹിതമായത് പ്രവർത്തിക്കാതിരുന്നുകൂടെ? അപ്പൊ എന്തിന് ബ്രഹ്മദേവനെ പറയണം ഈ കൃഷ്ണൻ തന്നെ ശരിയല്ല എന്ന്? ആ കൃഷ്ണനോടുള്ളതായിട്ടുള്ള ഒരു പരിഭവം, അല്പദേഷ്യം ഒക്കെ അവര് ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്, അല്ലെ? വേറെ ചിലരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ ബ്രഹ്മദേവനെ കുറിച്ച് തന്നെ 2-3 പേര് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ വേറൊരുത്തിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. എന്തിനാ വെറുതെ ബ്രഹ്മദേവനെയൊക്കെ പറയണം, നമ്മുടെ ആളെ പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃഷ്ണന്റെ കാര്യം എടുത്ത് അവതരിപ്പിക്കണം. നന്ദസൂനുഹു ക്ഷണഭംഗ സൗഹൃദ സമീക്ഷസേനഃ സ്വകൃതാതുരാപദ വിഹായ ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ തദ്ദാസ്യമദ്ദോപഗതാ നവപ്രിയഃ. സുഖം പ്രഭാതാരജനീയമാശിഷഃ സത്യാ ബഭൂവുഃ പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതേഃ പശ്യന്ത്യപാങ്കോത്കലിതസ്മിതാസവം. സുഖം പ്രഭാതാരജനീയമാശിഷഃ സത്യാ ബഭൂവുഃ പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതേഃ പാസ്യന്ത്യപാങ്കോത്കലിതസ്മിതാസവം. അപ്പോഴേക്കും വേറൊരുത്തിക്ക് ചിന്തിച്ച് കൂട്ടുകയാണ്. എന്താ ചിന്തിച്ച് കൂട്ടുന്നത്? ഭഗവാൻ ഇപ്പൊ എവിടേക്കാ പോകാൻ പോകുന്നത്? മധുരാപുരി. മധുരാപുരിയിലുള്ള സ്ത്രീകളുടെ ഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുകയാണ് അവള്. അങ്ങനെ ഓർക്കുമ്പോഴോ അസൂയ മൂക്കുന്നു, അല്ലേ? പൊതുവെ സ്ത്രീ സഹജമായിട്ടുള്ള ഒരു ചെറിയ ആ ഭാവവും ചില സ്ത്രീകളിൽ പൊങ്ങി വരുന്നു, ചില ഗോപികമാരിൽ പൊങ്ങി വരുന്നു. അപ്പൊ മധുരാപുരിയിലെ സ്ത്രീകളുടെ ഭാഗ്യം എന്നെടുത്തു പറയാണ്. അതിലല്പം ഒരു അസൂയ കലർന്നുകൊണ്ട്. അവരാണ് ഭാഗ്യവതികൾ, അവരുടെ ദിവസങ്ങൾ ധന്യധന്യം. അതാണ് യാഹ സംപ്രവിഷ്ടസ്യ വ്രജസ്പതേഃ അപാംഗ ഉത്കലിത സ്മിതാസവം മുഖം പാസ്യന്തി പുരയോഷിതാം ആശിഷഃ സത്യാഹ ഇയം രജനി സുഖം പ്രഭാത ബഭൂവു ധ്രുവം. അപ്പോ യാഹ എന്ന് പറഞ്ഞാൽ ഏതൊരുവരാണോ, ഏത് സ്ത്രീകളാണോ, മധുരാപുരിയിലെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. സംപ്രവിഷ്ടസ്യ വ്രജസ്പതേഃ. സംപ്രവിഷ്ടൻ എന്ന് പറഞ്ഞാൽ സമ്യക് പ്രവേശിച്ചവൻ. എവിടെ? മധുരാപുരിയിലേക്ക്
പ്രവേശിച്ചവനായ ഈ വ്രജസ്പതേഹെ, വ്രജസ്പതി എന്ന് പറഞ്ഞാൽ വ്രജങ്ങളുടെ പതി ശ്രീകൃഷ്ണൻ, നമ്മുടെ കൃഷ്ണൻ എന്ന് പറയണം. ഒരു പൊസസീവ്നെസ്സോടുകൂടി പറയണം. നമ്മുടെ കൃഷ്ണന്റെ, വ്രജസ്പതിയുടെ അപാങ്കോത്കലിതസ്മിതാസവം, അപാങ്കത്താൽ ഉത്കലിതമായ മന്ദഹാസത്തോടുകൂടിയ ആസവം മുഖം, ആസവത്തോടുകൂടിയ മന്ദഹാസമാകുന്ന ആസവം അഥവാ മധു അഥവാ അമൃതം, അമൃതത്തോടുകൂടിയതായിട്ടുള്ള മുഖം. ഭഗവാന്റെ മുഖത്തെ ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? മധുരാപുരിയിലെ സ്ത്രീകൾ പാസ്യന്തി, പാസ്യന്തി എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുന്നു, കുടിക്കുന്നു, കുടിക്കാൻ പോവുകയാണ്, ഫ്യൂച്ചറാണ്. പാസ്യന്തി എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. പാനം ചെയ്യുമോ? മധുരാപുരത്തിലെ സ്ത്രീകൾ പാനം ചെയ്യും, അവർക്കാണ് ആ ഭാഗ്യം. അപ്പൊ ഭഗവാന്റെ കടാക്ഷത്തിലെ നോട്ടം കൊണ്ടും മന്ദഹാസ അമൃതത്തോടു കൂടിയതുമായിട്ടുള്ള മുഖം. ഭഗവാൻ ആ മധുരാപുരിയിലെ സ്ത്രീകളെയൊക്കെ തന്റെ കടാക്ഷം നല്ല ശൃംഗാരത്തോടെ കാരുണ്യത്തോടെയൊക്കെ ഭഗവാൻ അവരെയൊക്കെ നോക്കും. അതാണ് അപാംഗ ഉത്കലിതം. അപാംഗ ഉത്കലിതവും അതുപോലെ സ്മിത ആസവം, മന്ദസ്മിതമാകുന്ന മധുവും, മധു പൊഴിയുന്ന മന്ദസ്മിതം, അമൃതം പൊഴിയുന്ന മന്ദസ്മിതം, ആ മന്ദസ്മിതവും കൊണ്ട് അതിനെ അത് ചേർന്ന മുഖം, മുഖത്തിനെ വിശേഷിപ്പിച്ചതാണത്. അങ്ങനെയുള്ള മുഖത്തെ പാനം ചെയ്യും ആ മധുരാപുരവാസികൾ. അങ്ങനെയുള്ള പുരയോഷിതാം ആശിഷ സത്യാഹ, ആ പുരവാസികളായ സ്ത്രീകളുടെ, പുരയോഷിത്തുകൾ, പുരത്തിലെ മധുരാപുരിയിലെ സ്ത്രീകൾ, ആ യോഷിത്തുകളുടെ ആശിസ്സുകൾ, അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം സത്യാഹ, സത്യകളായി തീരുകയാണ്. അവര് കൊതിച്ചത് നടക്കാൻ പോവുകയാണ്. ഇയം രജനീ സുഖം പ്രഭാതാ ബഭൂവുഹു, അവരുടെ ഇന്നത്തെ രാത്രി നല്ലൊരു പ്രഭാതത്തോടു കൂടിയതായി ഭവിക്കുന്നു. ഈ രാത്രി കഴിഞ്ഞാൽ നാളത്തെ പ്രഭാതം അവര് ഭഗവാനെ കണി കാണാൻ പോവുകയാണ്. നാളത്തെ ദിവസം മധുരാപുരിയിൽ ഭഗവാൻ ലാൻഡ് ചെയ്യും. അപ്പൊ അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടും. അപ്പൊ അവരുടെ നാളത്തെ പ്രഭാതം അതിസുഖകരമായിട്ടുള്ളൊരു പ്രഭാതമാകുന്നു. അവരുടെ ഇന്നത്തെ രാത്രിയും ധന്യമാകുന്നു. ഈ രാത്രി നന്നായിട്ടാണ് പുലരാൻ പോകുന്നത്. അവർക്ക് നല്ല വർത്തമാനമാണ് അവർക്ക് കൊണ്ടുപോകുന്നത്, നല്ല കാഴ്ചകളാണ് അവർക്ക് കാണാൻ കിട്ടുന്നത്. അതുകൊണ്ട് അവര് സന്തോഷിക്കും. ആ മധുരാപുരവാസികളായ സ്ത്രീകളുടെ ഭാഗ്യം, നമ്മൾക്ക് നഷ്ടം, നമ്മുടെ നഷ്ടം അവർക്ക് ലാഭം. ഇങ്ങനെയൊക്കെ പരസ്പരം പറഞ്ഞ് ചിന്തിക്കുകയാണ്. സുഖം പ്രഭാതാരജനീയമാശിഷ സത്യാബഭൂവുഃ പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതേഃ പാസ്യന്ത്യപാങ്കോത്കലിതസ്മിതാസവം താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതൈഃ ഗൃഹീതചിത്തഃ പരമാന്മനസ്വപി കഥം പുനർനഃ പ്രതിയാസ്യതേ ബലാ ഗ്രാമ്യാസലജ്ജസ്മിത വിഭ്രമൈർഭ്രമन्. അപ്പോ ചിലര് പറയുണ്ടാവും, എന്തായാലും കൃഷ്ണൻ തിരിച്ചു വരാതിരിക്കില്ലല്ലോ, ഏറി വന്ന 2-3 ദിവസം മധുരാപുരിയിൽ അവിടെയുള്ള സ്ത്രീകൾക്ക് അത്രയല്ലേ ഭാഗ്യം കിട്ടുള്ളൂ. തിരിച്ച് യശോദയൊക്കെ ഇവിടെ തന്നെയല്ലേ ഉള്ളത്, കൃഷ്ണന്റെ അമ്മ ഇവിടെയല്ലേ ഉള്ളത്, അച്ഛൻ കൂടെ പോകുന്നുണ്ടല്ലോ, തിരിച്ചു കൊണ്ടുവരാതിരിക്കില്ലല്ലോ. അപ്പൊ കൃഷ്ണന്റെ ബാക്കിയുള്ള ജീവിതവും ഇവിടേക്ക് തിരിച്ചു വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് വരുമെന്ന് ആരൊക്കെയോ പറഞ്ഞപ്പോ വേറെ ആർക്കും അത് സമ്മതമായില്ല. ചിലർക്ക് അതിനെതിരെ അഭിപ്രായമാണ്. പിന്നെ വരും കണ്ടോ എന്ന മട്ടില് അവര് പരസ്പരം പറയുകയാണ്. നമുക്ക് നാളെ വൈകിട്ട് കാണാം. നാളെ രാവിലെ ഇല്ല, നാളെ വൈകിട്ട് ബാക്കി കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ്, നമ്മുടെ ഗംഗാജല വിതരണം
പ്രയാഗ തീർത്ഥത്തിലെ അമൃതതീർത്ഥം വിതരണം ചെയ്യുന്നത് 25-ാം തീയതി വൈകുന്നേരം പാലക്കാട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഒരു 3000-ഓളം ആളുകൾക്ക് 100 ml വീതം കൊടുക്കാനുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു നാളെ രാവിലെ പത്രത്തിലൊരു ഡീറ്റെയിൽസ് കൊടുക്കാം. പ്രസ് കോൺഫറൻസ് രാവിലെ 11 മണിക്കാണ്. വൈകുന്നേരം ക്ലാസ്സിൽ കാണാം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. നാളെ വൈകിട്ട് കാണാം. ഹരി ഓം.